Hi everyone. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓസ്ട്രേലിയൻ PR-ന്റെ 189 വിസ കാറ്റഗറിയുടെ റീസെന്റ് ചേഞ്ചസ് എന്തൊക്കെയാണ്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. പുതിയ ചേഞ്ച് എന്ന് പറയുവാണെങ്കിൽ 189-ൽ തന്നെ ഇത്രയും ഒക്യുപ്പേഷൻ കാറ്റഗറി ലിസ്റ്റിനെ അവർ 4 tiers ആയിട്ട് അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടിയേഴ്സിൻ്റെ കാര്യങ്ങൾ, എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്, ഓരോ ടിയേഴ്സിലും ഏതെല്ലാം കാറ്റഗറീസ് ആണ് വന്നിരിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. ടയർ 1 നോക്കുമ്പോൾ ടയർ 1 എന്ന് പറയുന്നത് ഹയസ്റ്റ് വാല്യൂ ഒക്യുപ്പേഷൻസ് ആണ്, അതായത് ഹൈ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒക്യുപ്പേഷൻസ് ആണ് ഈ ഒരു കാറ്റഗറിയിലോട്ട് വരുന്നത്. ഹൈ വാല്യൂഡ് ഓക്കുപേഷൻസ് എന്ന് പറയുമ്പോഴേക്കും മെയിനായിട്ട് മെഡിക്കൽ ഫീൽഡ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് ലോങ്ങർ പീരീഡ് ഓഫ് ട്രെയിനിങ് വരുന്ന ഓക്കുപേഷൻസ് ആണ്. അവർക്ക് ഡൊമസ്റ്റിക്കലി കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത സ്കിൽസ് ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഓക്കുപേഷൻ ഉള്ളവരെയാണ് അവർ എക്സ്റ്റേണലി അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ടിയറിലേക്കുള്ള കാറ്റഗറീസിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. കൂടുതലും വരുന്നത് മെഡിക്കൽ ഫീൽഡിലുള്ള കാറ്റഗറീസ് ആണ് കൂടുതലും വരുന്നത്. ഓൾമോസ്റ്റ് 50+ ഓക്കുപേഷൻസോളം കവർ ചെയ്യുന്നുണ്ട്. ടിയർ 2 എന്ന് പറയുമ്പോഴേക്കും വരുന്നത് ഹയസ്റ്റ് പ്രയോറിറ്റി ഓക്കുപേഷൻസ് ആണ്. അത് കൂടുതലും പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാറ്റഗറീസ് ആണ് വരുന്നത്. സർവീസ് കൊടുക്കുന്ന പോലെ ഇപ്പോൾ എഡ്യൂക്കേഷൻ വരാം, അതേപോലെ ഹെൽത്തിലെ ചില കാറ്റഗറീസ് അതിൽ വരുന്നുണ്ട്, പിന്നെ അതേപോലെ സോഷ്യൽ വർക്കേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ കാറ്റഗറിയിൽ പോകുന്ന ഓക്യുപ്പേഷൻസ്. പിന്നെ ടയർ 3 നമ്മൾ നോക്കുമ്പോൾ അത് ഡൈവേഴ്സ് ഓക്യുപ്പേഷൻസ് ആണ് അതിൽ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഓൾമോസ്റ്റ് 121ഓളം ഓക്യുപ്പേഷൻസ് അതിനകത്ത് പോകുന്നുണ്ട്. അപ്പം അതിൽ എല്ലാ ടൈപ്പ് കാറ്റഗറീസും അതിൽ കൂടെ പോകുന്നുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചർ ഷോർട്ടേജും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ ഷോർട്ടേജ് എക്സ്പെക്ട് ചെയ്യുന്ന കാറ്റഗറീസിനാണ് ടയർ 3 വരുന്നത്. മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്ന വർക്ക് ഫോഴ്സ് ഡിവേഴ്സിറ്റി ആണ്. അതായത് ചില സ്പെസിഫിക് കാറ്റഗറീസിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ഓക്കുപേഷൻസ് എന്നുള്ള ആൾക്കാരെ അവർ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ആ കാറ്റഗറീസ് ആണ് ടിയർ 3 വരുന്നത്. ടിയർ 4 എന്ന് പറയുന്നത് ഹൈ ആപ്ലിക്കൻസ് ഉള്ള ഓവർ സപ്ലൈഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ടയർ 4 വരുന്നത്. ഓവർ സപ്ലൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിമാൻഡഡ് ആണ്, പക്ഷേ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിൽ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പം നോക്കുമ്പോൾ ഇപ്പോൾ ഒരു 1 വേണ്ട സ്ഥാനത്ത് ഒരു 50ഓളം ആൾക്കാർ അവിടെ വരുന്നുണ്ട്. അപ്പം അതാണ് ഓവർ സപ്ലൈഡ് കാറ്റഗറി എന്ന് പറയുന്നത്. ലിമിറ്റഡ് ലേബർ ഷോർട്ടേജ് ഉള്ള കാറ്റഗറീസ് ആയിരിക്കും ടിയർ 4 വരുന്നത്. കാരണം ഈ PR സ്റ്റാർട്ട് ചെയ്ത കാലം തൊട്ടോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ടൈമിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ള കാറ്റഗറീസ് ആയിരിക്കും ചിലപ്പോൾ ടിയർ 4 ഉണ്ടാവുന്നത്. കാരണം അവരുടെ ഒരു ഓവർ സപ്ലൈ അവിടെ ഉണ്ട്. സോ അതുകൊണ്ട് ആ ഷോർട്ടേജ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സെലക്ഷൻ കിട്ടാനായിട്ട് കമ്പാരിറ്റീവ്ലി ഇറ്റ് മൈറ്റ് ടേക്ക് എ ലിറ്റിൽ ലോnger ദാൻ ഓൾ 3 കാറ്റഗറീസ്. അതെ 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 നമുക്ക് വേണ്ട പോയിന്റ്സും കുറച്ച് ഹയർ ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറീസിൽ വരുന്ന കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഏതൊക്കെ ഒക്യുപ്പേഷൻസ് ആണ് അതിൽ വരുന്നത്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക് ക്രൈറ്റീരിയാസും എന്ന് നമുക്ക് നോക്കാം. ഒക്യുപ്പേഷൻ വൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ടയർ 1 വരുന്ന ഒക്യുപ്പേഷൻസ് എങ്ങനെയൊക്കെയാണ്? ടിയർ 1 ഹയസ്റ്റ് വാല്യൂ ഒക്യുപ്പേഷൻ എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഫീൽഡാണ്. മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് റേഡിയോഗ്രാഫർ, മെഡിക്കൽ റേഡിയേഷൻ തെറപ്പിസ്റ്റ്, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റ്, സോണോഗ്രാഫർ, ഒപ്റ്റോമെട്രിസ്റ്റ്, ഒക്യുപ്പേഷണൽ തെറപ്പിസ്റ്റ്, ഫിസിയോതെറപ്പിസ്റ്റ്, പൊഡൈട്രിസ്റ്റ്, ഓഡിയോളജിസ്റ്റ്, സ്പീച്ച് പത്തോളജിസ്റ്റ്, general practitioner, specialist physician, cardiologist, clinical hematologist, medical oncologist, endocrinologist, gastroenterologist, intensive care specialist, neurologist, pediatrician, renal medicine specialist, rheumatologist, thoracic medicine specialist, specialist physician, psychiatrist, surgeon, cardiothoracic surgeon, neurosurgeon, orthopedic surgeon, pediatric surgeon, plastic and reconstruction surgeon, urologist, vascular surgeon, dermatologist, emergency medicine, obstetrician and gynecologist, ophthalmologist, pathologist, diagnostics and interventional radiologist, radiation oncologist, medical practitioners, midwives, nurses and all kinds of registered nurses. ഇത്രയും കാറ്റഗറീസ് ആണ് ടിയർ 1 വരുന്നത്. ബേസിക്കലി മോസ്റ്റ് ഓഫ് ദ മെഡിക്കൽ ഇൻഡസ്ട്രി നമുക്ക് ടിയർ 1 കാറ്റഗറീസ് വരുന്നത്. നഴ്സസും അതേപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്പ് ആൾക്കാരുമാണ്. റേഡിയേഷൻ രീതിയിലുള്ള ലാബ് ടെക്നോളജിസ്റ്റ് ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരുടെയും തെറപ്പിസ്റ്റ് കാര്യങ്ങളും കുറെ വരുന്നുണ്ട്. അതിൽ നഴ്സസ് എല്ലാം തന്നെ ഈ ടിയർ 1 കൺസിഡർ ചെയ്യുന്നുണ്ട്. ഏജ് കെയർ, ചൈൽഡ് ആൻഡ് ഫാമിലി ഹെൽത്ത്, കമ്മ്യൂണിറ്റി ഹെൽത്ത്, ഡെവലപ്മെന്റ് ആൻഡ് ഡിസബിലിറ്റി, ക്രിട്ടിക്കൽ കെയർ ആൻഡ് എമർജൻസി, ഡിസബിലിറ്റി ആൻഡ് റീഹാബിലിറ്റേഷൻ, മെഡിക്കൽ, പെരിപ്പറേറ്റീവ്, സർജിക്കൽ, പീഡിയാട്രിക്സ്, നിക്യു, എല്ലാ കാറ്റഗറീസും വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യുമ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോസ്റ്റ് ഡിമാൻഡഡ് ആണ് ഈ ടയർ 1 കാറ്റഗറി എന്ന് പറയുന്നത്. മോസ്റ്റ് ഡിമാൻഡഡ് ഇൻ ദ സെൻസ് ഇപ്പം നമ്മൾ ഈ 4 ടയറായി തിരിച്ച പോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഒരാൾക്ക് കിട്ടാൻ ചാൻസ് ഈ ടയർ 1 4x മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ വരുന്നത്.
അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ ടയർ 4 ഒരു 70 പോയിന്റ്സ് ഉള്ള ഒരാളും ടയർ 1 ഒരു 70 പോയിന്റ്സ് ഉള്ള ഒരാളാണെങ്കിൽ ബേസിക്കലി ടയർ 1 70 പോയിന്റ്സ് ഉള്ള ആൾക്കാണ് എന്തായാലും ഇൻവിറ്റേഷൻ സെയിം പോയിന്റ്സ് ആയി എന്നുള്ള രീതിക്ക് സെലക്ഷൻ കിട്ടാനുള്ള ചാൻസസ് ഇനി വ്യത്യാസമായിരിക്കും. ആ ഒരു സിസ്റ്റം തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കുവാണ്. 2 പോയിന്റ്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ഇപ്പോൾ അവർക്ക് ഡിമാൻഡഡ് ലെവലാണ് ഈ 4 ടൈപ്സ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. രണ്ടുപേർക്കും സെയിം പോയിന്റ് ആണെങ്കിലും നിങ്ങളുടെ കാറ്റഗറി വരുന്ന ടിയർ ലെവൽ അനുസരിച്ചായിരിക്കും ഇനി സെലക്ഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉള്ളത്. അതായത് ടിയർ 1 70 പോയിന്റ്സ് ഉള്ള ആൾക്ക് ടിയർ 4 70 പോയിന്റ്സ് ഉള്ള ആളെക്കാളും 4 ടൈംസ് ഹയർ ചാൻസ് ആണ് സെലക്ഷൻ കിട്ടാനായിട്ടുള്ളത്. ടിയർ 2 എന്ന് പറയുമ്പോഴേക്കും ഹയസ്റ്റ് പ്രയോറിറ്റി ഓക്യുപ്പേഷൻസ് ആണ്. അതിൽ കുറച്ച് കാറ്റഗറീസ് ആണ് വരുന്നത്. മെയിൻലി ഗവൺമെന്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള മോർ സോഷ്യലി ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാറ്റഗറീസ് ആണ് വരുന്നത്. നോക്കുമ്പോഴേക്കും ചൈൽഡ് കെയർ സെന്റർ മാനേജേഴ്സ്, ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ്, സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ്, സ്പെഷ്യൽ നീഡ്സ് ടീച്ചേഴ്സ്, ടീച്ചിങ് ഓഫ് ദ ഹിയറിംഗ് ഇംപയർഡ്, ടീച്ചിങ് ഓഫ് ദ സൈറ്റ് ഇംപയർഡ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ്, ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ്, റെഗുലർ സൈക്കോളജിസ്റ്റ് ആൻഡ് സോഷ്യൽ വർക്കേഴ്സ്. ഇത്രയും കാറ്റഗറീസ് ആണ് ടിയർ 2 വരുന്നത്. നമ്മൾ അതിൽ തന്നെ നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും സൈക്കോളജിസ്റ്റ് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണെങ്കിലും അത് ഈ ടിയർ 2 അങ്ങോട്ട് പോയി. അതേപോലെ നമ്മുടെ ടീച്ചേഴ്സും പിന്നെ അതേപോലെ നമ്മുടെ സൈക്കോളജിസ്റ്റും പിന്നെ സോഷ്യൽ വർക്കേഴ്സും ആണ് ഇതിലോട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇതിന്റെ തന്നെ നമുക്ക് നോക്കി അറിയാൻ പറ്റും സോഷ്യൽ സർവീസ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സെർവ് ചെയ്യുന്ന പബ്ലിക് സെക്ടേഴ്സിലോട്ടുള്ള കാറ്റഗറി ഇതിൽ വരുന്നത്. ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 2x ടൈംസ് ആണ്. മറ്റേത് 4x ടൈംസ് ആണെങ്കിൽ ഇതിലെ ചാൻസസ് വരുന്നത് 2x ടൈംസ് മോർ ഓഫ് ചാൻസ് ആയിരിക്കും. അതായത് ടിയർ 1 ഒരു 2 ടൈംസ് കുറവായിരിക്കും ടിയർ 2 ഉള്ള ആൾക്കാർക്ക് സെലക്ഷൻ വരുന്നത്. ബാക്കിയുള്ളത് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് 2x ടൈംസ് ബെറ്റർ അല്ലെങ്കിൽ മൾട്ടിപ്ലൈഡ് ആണ്. മേജോറിറ്റി വെച്ച് ഇത് ഡിമാൻഡഡിലുള്ള ഒരു കാറ്റഗറി തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും എന്താ ടയർ 1 അത്ര ഡിമാൻഡ് ഇല്ല. അതേപോലെ ബാക്കി 2 ടയർ 3 and 4 അത്രയും ഡിമാൻഡ് കുറവുമില്ല. അങ്ങനെയാ വരുന്നത്. ടിയർ 3 കാര്യം നോക്കുവാണെങ്കിൽ ടിയർ 3 121 ഓക്യുപ്പേഷൻസ് ആണ് വരുന്നത്. ഐ തിങ്ക് ഏറ്റവും കൂടുതൽ കാറ്റഗറീസ് വരുന്ന ടിയർ 3 ഡൈവേഴ്സ് ഓക്യുപ്പേഷൻ കാറ്റഗറിയിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ പ്രോജക്ട് മാനേജർ, എഞ്ചിനീയറിംഗ് മാനേജർ, നഴ്സിംഗ് ക്ലിനിക്കൽ ഡയറക്ടർ, പ്രൈമറി ഹെൽത്ത് ഓർഗനൈസേഷൻ മാനേജർ, welfare center manager, arts administrator or manager, environmental manager, dancer or choreographer, music director, musician, artistic director, actuary, statistician, economist, land economist, valuer, management consultant, architect, landscape architect, surveyor, cartographer, other spatial scientist, chemical engineer, materials engineer, civil engineer, geotechnical engineer, quantity surveyor, structural engineer, transport engineer, electrical engineer, electronics engineer, industrial engineer, mechanical engineer, production or plant engineer, mining engineer, petroleum engineer, aeronautical engineer, agricultural, biomedical engineering, technologist engineers, environmental engineers, naval architects, engineering professionals, any other kind, agricultural consultant, agricultural scientist, forester, chemist, food technologist, environmental consultant, environmental research scientist, geophysicist, hydrogeologist and life scientist. Diverse occupations ആണ് വന്നേക്കുന്നത് എല്ലാം തന്നെ. സോ ആ കാറ്റഗറി നോക്കിയാൽ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എഞ്ചിനീയേഴ്സ് എല്ലാവരും ഈ ഒരു ടയർ 3 പോയി. അതേപോലെ നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സും കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജേഴ്സ് ആയിട്ടുള്ള ആ ഡിമാൻഡഡ് ഓക്യുപ്പേഷൻസും ടയർ 3 തന്നെയാണ്. ബിക്കോസ് അതും ഡിമാൻഡഡ് ആയിട്ടുള്ളതാ, പക്ഷേ ഡൈവേഴ്സ് ആയിട്ടുള്ള കാറ്റഗറീസ് എല്ലാമാണ് ഇതിലേക്ക്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മ്യൂസിക് ആർട്സിലുള്ളവർ പോലും ഡാൻസ് ആൻഡ് കൊറിയോഗ്രാഫേഴ്സ് എല്ലാം മാനേജറിയൽ ലെവൽ ഓക്യുപ്പേഷൻസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ മാനേജ്മെന്റ് കൺസൾട്ടന്റ്, അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ അച്ഛന് ഫ്യൂച്ചറിലെ ഷോർട്ടേജും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ടയർ 3 പോയിരിക്കുന്നത്. ഇതിന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഡിമാൻഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 1x ടൈംസ് ആണ്. ബാക്കി രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇത് 1x പോയി. അത് ടയർ 4 നോക്കുമ്പോൾ ഇതിനായിരിക്കും കുറച്ചും കൂടി ചാൻസസ് കിട്ടാനായിട്ട് കൂടുതലായിട്ട് വരുന്നത്. ടയർ 3 കാറ്റഗറി ആയിരിക്കും. ടയർ 4 എന്ന് പറയുന്നത് ഓവർ സപ്ലൈഡ് ഓക്യുപ്പേഷൻസ് ആണ്. അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു PR സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് വിത്തിൻ ദ 5 years ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ള കാറ്റഗറീസ് ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ കമ്പയർഡ് ടു അതർ 3 കാറ്റഗറീസ്, അതർ 3 ടിയേഴ്സ്, ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അവിടെ ഡിമാൻഡ് കുറവാണ്. അഥവാ സെലക്ഷൻ കിട്ടാനായിട്ട് മറ്റ് കാറ്റഗറീസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലോങ്ങർ ടൈം എടുത്തേക്കാം. അതായത് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ അക്കൗണ്ടൻസ് ഒക്കെ ഈ കാറ്റഗറിയിൽ ഉള്ളതാണ്. അപ്പോൾ ഒരു അക്കൗണ്ടന്റിന് ഒരു 85 പോയിന്റ്സ് വാങ്ങിക്കുന്ന സമയത്ത് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു 100 പോയിന്റ്സിലോട്ട് എത്താനാണ്. എന്നാലാണ് അയാൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുള്ളൂ, എന്നാലാണ് അയാൾക്ക് കിട്ടാനുള്ള ചാൻസ് അവിടെ കൂടുള്ളൂ. നേരെ മറിച്ച് ഇപ്പോൾ ഒരു നഴ്സ് ആണെങ്കിൽ ആൾക്കൊരു 70-75 പോയിന്റ്സ് ആൾ സേഫാണ്. അപ്പം ഇദ്ദേഹം ചെയ്യേണ്ടത് ഈ ഒരു 100 പോയിന്റ്സിലോട്ട് എത്താനുള്ള വേറെ കാര്യങ്ങളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇപ്പം നാറ്റി എക്സാം പോലെയോ ഇംഗ്ലീഷ് സുപ്പീരിയർ സ്കോർ പോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ അങ്ങനത്തെ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ പോയിന്റ്സിന് അങ്ങോട്ട് ലൈക്ക് എന്താ പറയുക കൂട്ടണം. എന്നാൽ മാത്രമാണ് ആൾക്ക് ഈ
PR കിട്ടുള്ളൂ. കിട്ടില്ല എന്നല്ല, ഡിമാൻഡിലുള്ള ലിസ്റ്റ് തന്നെയാണ്. പക്ഷെ അവിടെ കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ടിട്ട് ഒരു റേസ് പോലെയാണ്. അപ്പോൾ ആരാണോ ഇതിലൊരു 5 പോയിന്റ്സ് അവിടെ കൂടി നിൽക്കുന്നത് അവരുടെ ചാൻസ് ഹയർ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ബാക്കിയുള്ള ടയേഴ്സിനെ കാട്ടിയും കോമ്പറ്റീഷൻസ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നോക്കണം. Tier 4 വരുന്ന കാറ്റഗറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാറ്റഗറീസേ ഉള്ളൂ. അക്കൗണ്ടന്റ്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ടാക്സേഷൻ അക്കൗണ്ടന്റ്, എക്സ്റ്റേണൽ ഓഡിറ്റർ, ഇന്റേണൽ ഓഡിറ്റർ, ICT ബിസിനസ് അനലിസ്റ്റ്, സിസ്റ്റം അനലിസ്റ്റ്, മൾട്ടിമീഡിയ സ്പെഷ്യലിസ്റ്റ്, അനലിസ്റ്റ് പ്രോഗ്രാമർ, ഡെവലപ്പർ പ്രോഗ്രാമർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻസ് പ്രോഗ്രാമർ, ICT സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ് എഞ്ചിനീയർ, ടെലികമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയർ, ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എഞ്ചിനീയർ, റേഡിയോ കമ്മ്യൂണിക്കേഷൻ ടെക്നീഷ്യൻ, ടെലികമ്മ്യൂണിക്കേഷൻസ് ഫീൽഡ് എഞ്ചിനീയർ, ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് പ്ലാനർ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നിക്കൽ ഓഫീസർ ഓർ ടെക്നോളജിസ്റ്റ് ആൻഡ് ഷെഫ്. ഇത്രയും കാറ്റഗറീസ് ആണ് ഈ ഓവർ സപ്ലൈഡ് ഒക്യുപ്പേഷൻസിൽ വരുന്നത്. നമ്മൾ ഇതിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഈ സ്റ്റുഡൻസിൻ്റെ കാര്യം. സ്റ്റുഡൻസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുകയാണ് അവരൊരു ആവറേജ് ബിലോ ആവറേജ് ആണെങ്കിൽ അവർക്കൊരു ഒരു കോഴ്സ് എടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമുക്ക് ഇതിലും പറയാനുള്ളത്. കാര്യം ഈ IT റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ ഇവർ ടയർ 4ലോട്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാതെ തന്നെ നിന്നുകൊണ്ടിട്ട് തന്നെ ഏതെങ്കിലും ടയർ 3ലോ ടയർ 2ലോ വരുന്ന കോഴ്സസ് പഠിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. യു ക്യാൻ ഡു ദ സെയിം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഫ്യൂച്ചറിലോട്ട് ഇനി ഓസ്ട്രേലിയയിലോട്ട് വരാനിരിക്കുന്ന സ്റ്റുഡൻസിനും ഈ ടയർ നോക്കിയിട്ട് നിങ്ങളുടെ കോഴ്സസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി അവിടെ PR കിട്ടുക അല്ലെങ്കിൽ സെറ്റിൽ ആവുക എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. വേഗം അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ കോഴ്സസ് സെലക്ട് ചെയ്യാനിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഈ ടയർ സിസ്റ്റം കൂടി ഒന്ന് അനലൈസ് ചെയ്ത ശേഷം എക്സ്പെർട്ട് ഗൈഡൻസ് എടുത്ത ശേഷം മാത്രം നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക വൈസായിട്ട്. നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് ഇപ്പം ഒരു മെഡിസിൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് പോയിട്ട് മെഡിസിൻ്റെ റിലേറ്റഡ് കോഴ്സ് പഠിക്കാൻ പറ്റില്ല. അപ്പം ഈവൻ ടയർ 1ൽ വരാത്തയാണെങ്കിലും ടയർ 2ൽ വരുന്ന കോഴ്സസ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിന് മാച്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ടയർ 3ലോട്ടും പോയിക്കോ, കുഴപ്പമില്ല. അതൊരു ഫ്യൂച്ചർ ഷോർട്ടേജ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് അത് ചിലപ്പം ഒന്നും കൂടി മോസ്റ്റ് ഡിമാൻഡായിട്ട് വരാം. നമ്മൾ Tier 4നേക്കാൾ നമ്മുടെ ചാൻസസ് ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. Tier 3 അത്രയും മോശം എന്ന് വിചാരിക്കേണ്ട. അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് ബെറ്റർ ദാൻ Tier 4 അങ്ങനെ കൺസിഡർ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. ബട്ട് എല്ലാത്തിലും നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ആയി നിൽക്കുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇൻവിറ്റേഷൻ കിട്ടും. പക്ഷെ നമ്മൾക്ക് ഇപ്പം എന്താ പറയുക, നമ്മളപ്പം ഒന്നെങ്കിൽ നമ്മൾ ടയർ 4 നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ പോയിന്റ്സ് ഇംപ്രൂവ് ചെയ്യാനുള്ള വേസ് എന്തൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ചെയ്ത് പോവുക, പ്രീ പ്ലാൻ ചെയ്ത് പോവുക. അപ്പോഴാണ് നിങ്ങൾക്ക് അതൊന്നും കൂടി ബെനിഫിറ്റ് ആയിട്ട് മാറുള്ളൂ, അല്ലെങ്കിൽ ജേർണി ഒന്നും കൂടി ഈസി ആയിട്ട് മാറുള്ളൂ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ചേഞ്ച് വന്നിട്ടുള്ളതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ PR നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻവിറ്റേഷൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഇറഗുലർ ആയിട്ടുള്ളൊരു വെയിറ്റ് ടൈമാണ്. ഒരു സ്പെസിഫിക് ടൈം പീരീഡോ ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഈ മന്തിൽ ഇത്ര ഡ്രോ വരുമെന്നോ അങ്ങനെ ഒരു യാതൊരുവിധ അപ്ഡേറ്റോ ഒരു ട്രാൻസ്പാരൻസിയോ അവർക്കില്ല. ഒരു റാൻഡംലി ഒരു once in 6 months അല്ലെങ്കിൽ once in 8 months ഒരു ഡ്രോ ആണ് നടത്തുന്നത്. അതിൽ ചിലപ്പോൾ ഒരു 15,000 കാൻഡിഡേറ്റ്സിനെ മാത്രമായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. സോ ട്രാൻസ്പാരൻസി വളരെ കുറവാണ്. ലോങ് ആൻഡ് അൺപ്രാക്ടിക്കൽ എമൗണ്ട്സ് ഓഫ് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ പല ഇഷ്യൂസ് വന്നതുകൊണ്ടും ഈ എന്താ പറയുക ഓവർ യൂസ്ഡ് ആയിട്ടുള്ള ഓക്യുപ്പേഷൻസ്, ഹൈ ഡിമാൻഡ് ഓക്യുപ്പേഷൻസ് സിസ്റ്റത്തിനെ ഓവർവെൽം ചെയ്യുന്ന ഒരു കൺസിഡറേഷൻ ഒരു കണ്ടീഷൻ വന്നതുകൊണ്ടാണ് മെയിൻ ആയിട്ടും ഈ ഒരു ചേഞ്ച് കൊണ്ടുവരാനുള്ള കാര്യം തന്നെ പറയുന്നത്. നമുക്ക് ട്രാൻസ്പാരൻസി കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാനും കാൻഡിഡേറ്റ്സിന് കുറച്ചുകൂടി PR പ്രോസസിങ് ഈസി ആക്കാനും കൂടെ നമുക്ക് എന്തായാലും ടിയർ സിസ്റ്റം എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പോൾ വരുന്നത് സ്കെഡ്യൂൾ ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ റൗണ്ട്സ് ആയിരിക്കും. അപ്പോൾ അവരത് സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ തന്നെ ഒരു സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ഇൻവിറ്റേഷൻ റൗണ്ട്സ് ഇനി ഹാപ്പൻ ചെയ്ത് തുടങ്ങും. ഓൾറെഡി ഒരു ഇൻവിറ്റേഷൻ റൗണ്ട് അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും ഈ ടയർ സിസ്റ്റത്തിൻ്റെ ബേസിസിൽ തന്നെയാണ് ആ ഇൻവിറ്റേഷൻ റൗണ്ട്സിൽ നമുക്ക് വിളിച്ചിരിക്കുന്നതും കാൻഡിഡേറ്റ്സിനെ വിളിച്ചിരിക്കുന്നതും അങ്ങനത്തെ ബേസിസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന ഇൻവിറ്റേഷൻ റൗണ്ട്സിനും ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെൽ സിസ്റ്റമാറ്റിക് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് നമുക്ക് എന്തായാലും വിറ്റ്നസ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോസിൽ വരുന്നത്. മെയിനായിട്ട് നമ്മൾ ഈ 4 കാറ്റഗറീസിൻ്റെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കൂടുതൽ കാണണം എന്നാണെങ്കിൽ പി ഇൻ്റർനാഷണൽ ചാനൽസ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൊടുത്താൽ മതി. വി ക്യാൻ റിപ്ലൈ. ആൻഡ് ഇഫ് യു ഹാവ് എനി അഡീഷണൽ ഡൗട്ട്സ് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൗൺസിലേഴ്സ് ക്യാൻ ഹെൽപ്പ് യു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ക്യാച്ച് യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.